ഞാൻ സ്ഥലം എസ് ചെയ്യണം, എനിക്ക് ആദ്യം മുടി വെട്ടണമെന്ന്. എനിക്കറിയാം സാർ എന്റെ സ്ഥിരം കസ്റ്റമറാണ്. അതെ, ഈ ചെറുക്കൻ്റെ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു, അതുകൊണ്ടല്ലേ പറഞ്ഞു. അണ്ണൻ ഇങ്ങനെ തന്നെ പറയണ 38 വയസ്സായി, ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ 52ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം നടക്കത്തുള്ളൂ. ഞാൻ മുതുക്ക് മുറ്റടിച്ച് നിന്ന് പോകും. 45 വയസ്സ് അറിയാമോ? എന്നിട്ട് ഞാൻ സിംഗിൾ ആണ്, അറിയാമോ നിനക്ക്? 45 വയസ്സുണ്ടെങ്കിൽ സാർ സിംഗിൾ അല്ല, അങ്കിള്. എന്റെ മുടി വെട്ടണം. എന്റെ മുടി വെട്ടിയേ പറ്റത്തുള്ളൂ. എന്റെ പെണ്ണിന്റെ മാമൻ പറഞ്ഞിരിക്കുന്നത് എന്തോന്നറിയോ? ഈ മുടി വെട്ടാതെ എന്നെ കല്യാണ പന്തലിൽ കേറ്റൂല. സാറേ ഒന്ന് സഹകരിക്കും സാറേ. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്ന്. ഒരു കാര്യം ചെയ്യാം, മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും, ഒരു പ്രാന്തനെ പോലെ. അതല്ലെന്ന്, എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. ഞാനൊരു കാര്യം പറട്ടെ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഒരു മത്സരം നടത്താം. ആ മത്സരത്തിൽ വിജയിക്കുന്ന ആള് കസേരയിലിരുന്ന് മുടി വെട്ടട്ടെ. അത് നല്ല സംഭവമാണ് സാർ. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസേരകൾ നടത്താം. കസേരകളി അത് നല്ല ഐഡിയ ആണ് കേട്ടോ. നല്ല രണ്ടുപേർക്കും പരാതിയില്ല. ഞാൻ ജയിക്കും. നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ പ്ലേ ദ മ്യൂസിക്. വെരി ഗുഡ്. പെട്ടെന്നാവട്ടെ. ഈ സൈഡിൽ വെട്ടി ലെവലാക്കി ഇടണം. പിന്നെ ഹലോ, പോലീസിലെ ബാർബർ, നമ്മളല്ലേ മുടി വെട്ടേണ്ട. ഈ പുള്ളിക്കാരൻ എന്തിനാ ഇതിനകത്ത് കയറിയിരുന്നു? നീ എന്തിനു കയറിയിരുന്നത്? ഞാൻ വിചാരിച്ച ഓണപരിപാടി ആയിരിക്കും. ഒരു SI ഇരുന്ന് കാണിക്കുന്നൊക്കെയാണ്. കോപ്പോട്ടി തരട്ട, സമ്മാനമായിട്ട് തരട്ട. സംസാരിക്കുന്നത് അണ്ണാ, എന്റെ കല്യാണമാണ് അണ്ണാ. നേരെ ചൊവ്വേ കസേര കളിക്കാറില്ല. സാറാണ് ജയിച്ചത്. അപ്പൊ സാറിനാണ് സംഭവം സെറ്റ്. എനിക്ക് ബാക്ക് ഒന്ന് ഇറക്കണം. ഈ ഇറങ്ങിയിരിക്കണ പോലെ ഇനി ഇറക്കണം. എനിക്ക് ഈ മുടിയുടെ ബാക്ക് ഒന്ന് ഇറക്കണം. ഇവിടെ അത് നമുക്ക് ഇങ്ങനെ കോതി ഇങ്ങനെ ഇറക്കും. സാറേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സൈഡിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ തീയെ കത്തി മുടി വെട്ടുന്നത് എങ്ങനെയാണ്? ഫയർ കട്ട്. ഫയർ കട്ട്. അത് എത്ര രൂപയാവും? 25,000 രൂപ. അയ്യോ, 25,000 രൂപയാവും. സാറിനെ കത്തി ഞാൻ ഈ കട ഫുള്ള് കത്തി. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ